الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവും പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ കൊണ്ട് നമ്മെ ആദരിച്ച അനുഗ്രഹിച്ച അനുഗ്രഹദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിലധിഷ്ഠിതമായി മുന്നോട്ട് നീങ്ങാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ നന്മ നിറഞ്ഞ ജീവിതം നയിച്ച് സ്വർഗ്ഗക്കാരായി മരിച്ച് അവനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പുറമേ നമ്മെ നോക്കി ബഹുമാനിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ആദരിക്കുന്ന, നമ്മുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ആളുകൾ നമ്മുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ചറിഞ്ഞാൽ, നമ്മുടെ സ്വകാര്യതയെക്കുറിച്ചറിഞ്ഞാൽ, നാം ഒളിപ്പിച്ചു വെക്കുന്ന നമ്മുടെ അകത്തളങ്ങളെക്കുറിച്ചറിഞ്ഞാൽ അവർ നാമുമായുള്ള ബന്ധം നിലനിർത്തുമോ? അവരുടെ ഉള്ളകം തകർന്നു പോകുമോ? അവർക്ക് നമ്മോടുള്ള ബഹുമാനവും സ്നേഹവും ആദരവും നിലനിൽക്കുമോ എന്ന് മനസ്സിനോട് ആത്മാർത്ഥമായ ഒരു ചോദ്യമാണ്. ആരുമറിയാതെ വ്യഭിചരിച്ചുപോയി മാഇസ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അദ്ദേഹം വന്നു. അതിയായ താൽപര്യത്തോടെ, അതിയായ ആഗ്രഹത്തോടെ, അങ്ങേയറ്റത്തെ മാനസികമായ വ്യഥയോടുകൂടെ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ത്വഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം എന്നാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജി ഫസ്തഗ്ഫിരില്ലാഹ് വതുബ് ഇലൈഹി, നീ മടങ്ങ്, എന്നിട്ട് അല്ലാഹുവിനോട് പാപമോചനം തേടൂ, നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യൂ. അദ്ദേഹം മടങ്ങി. അല്പനേരം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, ത്വഹിർനി, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം. റസൂലുള്ള അതേ വാക്ക് ആവർത്തിച്ചു. അദ്ദേഹം വീണ്ടും മടങ്ങി. അല്പദൂരം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ എന്നെ ശുദ്ധീകരിക്കണം. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഫീമ ഉതഹിറുക, എന്തിൽ നിന്നാണ് താങ്കളെ ഞാൻ ശുദ്ധീകരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിനസ്സിന, ജീവിതത്തിന്റെ ഒരു ദുർബല നിമിഷത്തിൽ വികാരത്തിനടിമപ്പെട്ട് തനിക്ക് അവസരം ഒത്തിണങ്ങി വന്നപ്പോൾ ഞാൻ വ്യഭിചരിച്ചു പോയി. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുകയുണ്ടായി, അബിഹി ജുനൂൻ അശരിബ ഖംറ, അദ്ദേഹം ഭ്രാന്തനാണോ? അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ? അദ്ദേഹം സ്വബോധത്തോടുകൂടെ തന്നെയാണോ സംസാരിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അദ്ദേഹം തന്റെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ എറിഞ്ഞുകൊല്ലാൻ വേണ്ടി വിധിക്കുകയാണ്. അദ്ദേഹം മരണപ്പെട്ട് കിടക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് താബ തൗബതൻ ലൗ ഖുസിമത് ബൈന ഉമ്മത്തിൻ ലവസിഅതുഹും. ലഖദ് താബ തൗബതൻ, മാഇസ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിന്റെ സ്വകാര്യതയിൽ സംഭവിച്ച ഒരു അബദ്ധത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. ആ തൗബ ഉമ്മത്തിന് വീതം വെച്ചാലും അത് മതിയായതാകുന്നു. അത്രയും വിശാലമാണ് മാഇസിന്റെ തൗബ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, ചെറുതും വലുതുമായി സംഭവിക്കുന്ന അബദ്ധങ്ങളുടെ തീരാ ദുഃഖങ്ങളാണ് നാം ഇന്ന് പേറിക്കൊണ്ടിരിക്കുന്നത്. ചെറുതായി തുടങ്ങിയ ലഹരി സ്വന്തം ഉമ്മയുടെ, സ്വന്തം സഹധർമ്മിണിയുടെ, സ്വന്തം മക്കളുടെ, സ്വന്തം കുടുംബാംഗങ്ങളുടെ ജീവനെടുക്കുന്ന കഥകളാണ് നോവയോടുകൂടെ, വേദനയോടുകൂടെ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. നിസാരമായി തുടങ്ങിയ ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഒളിച്ചോട്ടത്തിലേക്ക് നയിച്ചത്. അതാണ് പിന്നീട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും ഏറെ പ്രായമായ യുവാവും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെയാണ് പലരും കേരളത്തിനകത്തും പുറത്തുമുള്ള വേശ്യാലയങ്ങളുടെ ട്രാപ്പിൽ പെട്ടുപോയത്. നിസാരമായി തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ, നിസാരമായി തുടങ്ങിയ ഒരു ലഹരിയിലൂടെ, നിസാരമായി തുടങ്ങിയ ഒരു കടത്തിലൂടെ, പലിശയിലൂടെ, ചെറുതായി തുടങ്ങിയ ചെറിയ ചെറിയ കവർച്ചയിലൂടെ ആള് അറിയപ്പെട്ട കവർച്ചക്കാരനായി, ഗുണ്ടാ സംഘത്തിന്റെ തലവനായി, വലിയ വലിയ ലഹരി ഉപയോഗിക്കുന്ന ആളായി, അത് ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ആളായി മാറിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, തെറ്റ് ചെറുതെന്നോ വലുതെന്നോ ഇല്ല, തെറ്റ് എല്ലാം ഗൗരവമാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഗൗരവമായി കണ്ട കാര്യത്തെ നിസാരമായി കാണുന്നതിന്റെ പരിക്കുകൾ മാത്രമാണ് നാം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരന് വീട്ടിൽ അല്ലാഹു നിശ്ചയിച്ച അതിർവരമ്പിനപ്പുറത്ത് ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തപ്പോൾ ഭാര്യയുടെ കയ്യിൽ കണ്ട ഫോണ് അതെവിടെ നിന്നാണെന്ന് അന്വേഷിക്കുകയും അത് പരിശോധിച്ചു നോക്കിയപ്പോൾ തന്റെ വർഷങ്ങളായി കൂടെ പഠിച്ച്, കൂടെ ജോലി ചെയ്ത്, കൂടെ സഹവസിച്ച ഒരുത്തൻ തന്റെ ഭാര്യയുടെ മനസ്സും ശരീരവും കവർന്നിട്ടുണ്ടെന്ന കാര്യം അയാൾ തിരിച്ചറിയുന്നത്. സ്വന്തം അയൽവാസിക്ക് തന്റെ കുടുംബത്തിൽ കടന്നു കയറാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അതിനെ കളഞ്ഞുകുളിച്ചപ്പോഴാണ്. കുടുംബാംഗങ്ങളിൽ തന്നെ കസിൻസ് എന്ന് പറയുന്നത് കുടുംബത്തിൽപ്പെട്ട ഏറ്റവും അടുത്ത ആളുകൾ തന്നെയാണെങ്കിലും ആ കസിൻസിന് കുടുംബത്തിലുള്ള മറ്റു പെൺകുട്ടികളുമായി ഇടപെടുന്നിടത്ത്, ആൺകുട്ടികളുമായി ഇടപെടുന്നിടത്ത് ഇസ്ലാം വെച്ച മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്തി ആങ്ങളെയും പെങ്ങളുമായി കണ്ട് സങ്കല്പിച്ച് അവർ ഒരുമിച്ച് കളിച്ചും ഒരുമിച്ച് പിന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന സാഹചര്യം പ്രായപൂർത്തിയായതിനു ശേഷവും അനുവദിച്ചു കൊടുത്തതിന്റെ ഭവിഷ്യത്താണ് പലരും അവിഹിതങ്ങളിലേക്കും അനാശാസ്യങ്ങളിലേക്കും, ലൈംഗികത എന്നത് ഒരു അഡിക്ഷൻ എന്നൊരവസ്ഥയിലേക്കും, വിവാഹത്തിന് ശേഷവും അവർക്ക് തങ്ങളുടെ വികാര തലങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലേക്കുമെല്ലാം നയിച്ചത് എന്നത് സഹോദരന്മാരെ നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്, തിന്മകളാണ് സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും വ്യക്തിയുടെയും ധാർമ്മികമായ, ദീനീപരമായ, സാമ്പത്തികമായ, കുടുംബപരമായ എല്ലാ സ്വാസ്ഥ്യവും കെടുത്തുന്നത് എന്നതാണ്. ഭൗതികതയ്ക്കപ്പുറത്ത് സഹോദരന്മാരെ, ആദ്യമായി നാം മലക്കുകളെ കാണുന്ന രംഗം അത് നമ്മുടെ മരണത്തിന്റെ സമയമാണ്. നമുക്ക് കിടക്കാനുള്ള ഇടം
അത് 6 അടി മണ്ണിൽ കുഴിച്ചുവെച്ച ആ കബറിടമാണ്. നാം എത്ര അടിച്ചു പൊളിച്ചാലും, എത്ര ഉല്ലസിച്ചാലും, എത്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിയാലും, എത്ര ട്രെൻഡുകളുടെയും അതുപോലെ തന്നെ ഫാഷന്റെയും മോഡലുകളുടെയും പിന്നാലെ നമ്മൾ അബദ്ധസഞ്ചാരം നടത്തിയാലും 18ഉം 20ഉം കൊല്ലം തന്നെ സ്നേഹത്തോടെ ലാളിച്ചു പോറ്റി വളർത്തിയ, ഉറക്കമൊഴിച്ച് കൺതടങ്ങളിൽ കറുപ്പ് ബാധിച്ച മാരകമായ രോഗങ്ങൾ സ്വന്തം ഏറ്റുവാങ്ങി സ്വന്തം മക്കളെ പോറ്റാൻ പെടാപാടുപെട്ട 20 കൊല്ലത്തെ സ്നേഹത്തിന് വിലയില്ലാതെ 10 മാസത്തെ 2 കൊല്ലത്തെ 3 കൊല്ലത്തെ തനിക്ക് ലഭിച്ച സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് വീട് വിട്ടിറങ്ങിയവരോട് പറയാനുള്ളത്, അവർക്ക് കിടക്കാനുള്ള ഒരു ഖബർസ്ഥാൻ ഈ പള്ളിക്കാട്ടിൽ സ്പെയറായിട്ട് ഒന്ന് കുഴിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ്. ഒരു ഖബറിടത്തെ ഒരാളെ ഖബറടക്കിയാൽ പിന്നീട് അവിടെ ഒരു ഖബർ പാതി കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്കുള്ളതാണ് ആ ഖബർ എന്ന കാര്യം സഹോദരന്മാരെ നാം തിരിച്ചറിയുമ്പോൾ ആ ഖബറിൽ ഒരാളുടെ സ്വാസ്ഥ്യം കെടുത്തുന്നത് എന്താണ്? അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച അവന്റെ മതപരമായ കൽപ്പനകൾ പാലിക്കാത്തതിന്റെ ഭവിഷ്യത്താണ്. നിസ്കരിക്കാതെ ഉറങ്ങിയതിന്റെ ഭവിഷ്യത്താണ്. ഒരാൾ പലിശ തിന്നതിന്റെ ഭവിഷ്യത്താണ്. ഒരാൾ കളവ് പറഞ്ഞതിന്റെ ഭവിഷ്യത്താണ്. പ്രണയബന്ധത്തിലൂടെ, സ്നേഹബന്ധത്തിലൂടെ, അവിഹിത ബന്ധത്തിലൂടെ ഒരാൾ നേടിയെടുത്ത ശാരീരികമായ സുഖം, അതിന്റെ പൊതുവായ ഇസ്ലാമിക നാമമാണ് അസ്സിന, വ്യഭിചാരം. അതിനെന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അതിനെന്ത് മോഡേൺ പേര് വെച്ചാലും ശരി, തന്റെ പിതാവ് മകളെ കൈപിടിച്ചേൽപ്പിച്ച് മഹർ നിശ്ചയിച്ച് നിക്കാഹിലൂടെ തനിക്ക് ലഭിക്കാതെ നേടുന്ന എല്ലാം അത് സിനയാണ്. ആ സിനയുടെ വ്യഭിചാരത്തിന്റെ ഭവിഷ്യത്താണ് ഖബറിൽ അനുഭവിക്കുന്നത്. എന്തേ മാഇസ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ വന്നത്? ഖബറിൽ ഒരു വ്യഭിചാരിക്കുള്ളത് അടിഭാഗം വിശാലവും മുകൾ ഭാഗം കുടുങ്ങിയതുമായ ഒരു ചെമ്പാണ്. അവിടെ വിവസ്ത്രരായി അവർ അവിടെ ഉണ്ടായിരിക്കും. അവരുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് തീ ആളിപ്പടരും. അവർക്ക് അവിഹിതമായി കിട്ടിയ സുഖം, സന്തോഷം, സമാധാനം, അവർക്ക് കിട്ടിയ ആ ഒരു സുരക്ഷ, അതല്ല ഖബറിൽ അവർക്ക് വ്യഭിചാരം കൊണ്ട് ലഭിക്കുന്നത് എന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്, നരകത്തിലുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള ബോധം കൊണ്ടാണ് മാഇസ് റളിയല്ലാഹു അൻഹു ആരും കാണാതെ ചെയ്ത പാപം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഏറ്റുപറഞ്ഞ് ഇസ്ലാമിന്റെ നിയമം അത് സ്വമേധയാൽ ഏറ്റെടുത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ, സഹോദരന്മാരെ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരന്തം വിതയ്ക്കുമെന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ജനനം സന്തോഷകരമായിരുന്നു. ചുറ്റുപാടുമുള്ളവർ ചിരിക്കുകയായിരുന്നു. നമ്മൾ കരഞ്ഞുവെങ്കിലും ചുറ്റുപാടുമുള്ള ആളുകൾ സന്തോഷിക്കുകയായിരുന്നു. നമ്മുടെ വിവാഹത്തിന്റെ ആദ്യ നാൾ അത് നമുക്ക് ഓർക്കാൻ ആഗ്രഹമുള്ള ദിവസമാണ്. നമ്മൾ ആദ്യമായി നമ്മുടെ വീട്ടിലേക്ക് കുടിയിരുന്ന ദിവസം നാം ഓർക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷമാണത്. എത്ര ചെറുതാണെങ്കിലും എത്ര അസൗകര്യമുള്ളതാണെങ്കിലും തന്റേതെന്ന് പറയാവുന്ന ഒരു വീട് തനിക്ക് സജ്ജമായി വന്നു കിട്ടിയപ്പോൾ അതിലാദ്യമായി അന്തിയുറങ്ങിയ ആ നിമിഷം നമുക്ക് മറക്കാവതല്ല. എന്നാൽ സഹോദരന്മാരെ, ഈ ദുനിയാവിൽ നിന്ന് 3 തുണിയിൽ പൊതിഞ്ഞ് ആളുകൾ നമ്മളെ യാത്ര അയക്കുമ്പോൾ ആദ്യം ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആ ഖബറിലെ കിടത്തം എങ്ങനെയായിരിക്കും, അവിടുത്തെ നമ്മുടെ അവസ്ഥകൾ എങ്ങനെയായിരിക്കും, അവിടുത്തെ നമ്മുടെ അനുഭവങ്ങളും കാഴ്ചകളും എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് സഹോദരന്മാരെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനമാണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ നിലപാടുകളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിക്കണ്ടേ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ജീവിക്കുന്ന കാലത്ത് അടിച്ചുപൊളിച്ച് ജീവിക്കാം, നമുക്ക് ജീവിക്കണ്ടേ എന്നാ ചോദിക്കുന്നത് ആളുകൾ. സുഹൃത്തുക്കളെ, ഖുർആൻ നമ്മളോട് പറയുന്നത് മരിക്കുമെന്നാണ്. മരണത്തെ നിങ്ങൾ മറക്കരുത് എന്നാണ്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സുഖങ്ങളെ മുറിച്ചു കളയുന്ന മരണം നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചില ആളുകൾ ചോദിക്കുന്നത്, ഈ കാലത്ത് ആരാണ് കള്ളുകുടിക്കാത്തത്, ആരാണ് പ്രണയിക്കാത്തത്, ആരാണ് പലിശ വാങ്ങാത്തത്, ആരാണ് ഇതുപോലെ മുടിയും ഇതുപോലെ ഷർട്ടും പാൻസും ധരിക്കാത്തത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. സുഹൃത്തെ, ആളുകളെ നോക്കാൻ നിനക്കിപ്പോൾ ആയുസ്സുണ്ട്. നാളെ നീ മരിച്ചാൽ ഖബറിൽ തനിച്ചാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, പരലോകത്ത് എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ് വരാനുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവരെ നന്മയിൽ മാത്രമേ നോക്കേണ്ടതുള്ളൂ, തിന്മയിൽ ഒരാളെയും അനുകരിക്കേണ്ടതില്ല. പിന്നെ ചില ആളുകൾ പറയുന്നത്, ഞാൻ ഇങ്ങനെയാവാൻ അള്ളാഹുവിന്റെ തീരുമാനമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനാണ് ഖുർആൻ ഇറക്കിയത്? എന്തിനാണ് നന്മതിന്മകൾ വ്യവച്ഛേദിച്ച് കാണിച്ചു തന്നത്? ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു കള്ളുകുടിക്കാൻ പറഞ്ഞോ? അള്ളാഹു വ്യഭിചരിക്കാൻ പറഞ്ഞോ? അള്ളാഹു തോന്നിവാസങ്ങൾ ഏർപ്പെടാൻ പറഞ്ഞോ? അള്ളാഹു സുബ്ഹാനഹു വ തആല കള്ളും കഞ്ചാവും വിറ്റ് കാശുണ്ടാക്കാൻ പറഞ്ഞോ? ഒരിക്കലുമില്ല. അതെല്ലാം വൻ പാപങ്ങളായി പരിചയപ്പെടുത്തിയ പടച്ചറബ് എങ്ങനെയാണ് നാം ചെയ്യുന്ന പാപങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? അതുകൊണ്ട് തന്നെ നരകക്കാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു,
فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد ബിമാ കുൻതും തഅമലൂൻ. നീ പ്രവർത്തിച്ചതിന്റെ ഫലം നീ അനുഭവിച്ചോ. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. ഓരോ നഫ്സും അവൻ സമ്പാദിച്ചതിന്റെ അതിന്റെ പേരിൽ പണയപ്പെടുത്തപ്പെട്ടവനാണ്. ഒരു പവൻ വെച്ചാൽ അതിനുള്ള പൈസയാണ് കിട്ടുക. ഇതുപോലെ നമ്മെ മുന്നോട്ട് വച്ചാൽ നമ്മുടെ ക്വാളിറ്റിക്കനുസരിച്ചുള്ളത് പരലോകത്ത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് പടച്ചറബ് എന്ന ഒറ്റ ആയത്ത് മാത്രമല്ല ഖുർആനിലുള്ളത്. 6000 ചില്ലാനം ആയത്തുകൾ ഖുർആനിലുണ്ട്. ഈ ആയത്തിനെ അംഗീകരിക്കുന്നുവെങ്കിൽ ബാക്കി ആയത്തുകളെയും അംഗീകരിക്കണം. ബാക്കി ആയത്തുകളിലുള്ളത് എന്താണ്? നിങ്ങൾ ഖുർആനെ പിൻപറ്റണം, റസൂലുള്ളാഹി വിലക്കിയത് മാറ്റിവെക്കണം, ഹറാമുകൾ നിങ്ങൾ വെടിയണം. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഹറാം ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്, നന്മയിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ് പടച്ചറബിന്റെ മെക്കെട്ട് കയറാൻ സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യുന്ന തിന്മകളെ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ചില ആളുകൾ പറയുന്നത് ഇതിലാണ് എനിക്ക് സന്തോഷം, എന്റെ സന്തോഷമാണ് എനിക്ക് വലുത് എന്നാണ്. സുഹൃത്തേ, ഇത് സന്തോഷമല്ല. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും. തെറ്റുകളിലൂടെ കിട്ടുന്ന സന്തോഷം ശരിയായ സന്തോഷമല്ല. അത് പിശാച് നൈമിഷികമായി നമുക്ക് കാണിച്ചു തരുന്നതാണ്. പിശാച് നിങ്ങൾക്ക് വാഗ്ദാനം നൽകും, പിശാച് നിങ്ങൾക്ക് സൗന്ദര്യമാക്കി കാണിച്ചു തരും. അതുകൊണ്ട് തെറ്റുകളിൽ സന്തോഷിക്കരുത്. ഫറഹുക ബിദ്ദംബി ഇദാ ളഫറത് ബിഹി അഅ്ളമു മിനദ്ദംബ്. നീ പാപം ചെയ്യുന്നതിനേക്കാളും വലിയ കുറ്റമാണ് നീ പാപങ്ങളെ ഓർത്ത് സന്തോഷിക്കുക എന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ത് ചെയ്താലും പ്രശ്നമില്ല, പടച്ചോൻ പുറത്തരുമല്ലോ. അതുകൊണ്ട് തകസ്സർ മസ്തതഅത മിനൽ ഖതായ ഫഇന്നക വാജിദുൻ റബ്ബൻ ഗഫൂറ. നീ പരമാവധി തെറ്റുകൾ ചെയ്തോ, ഗഫൂറായ പടച്ചോനെയാണ് നിനക്ക് കാണാനുള്ളത് എന്നൊരു കവി പാട്ടുപാടിയതുപോലെ ചില ആളുകൾ വിചാരിക്കുന്നത് എത്ര ചെയ്താലും കുഴപ്പമില്ല, അല്ലാഹു പുറത്തു തരുന്നവനാണ്. സുഹൃത്തുക്കളെ, അത് അബദ്ധമാണ്. അത്തരമൊരു പ്രതീക്ഷ പടച്ചറബിൽ വെക്കാവതല്ല. തിന്മയിൽ അടിയുറച്ചുകൊണ്ട് പടച്ചറബ് എനിക്ക് പുറത്തു തരും എന്ന് വിശ്വസിക്കുന്നത് ഒരിക്കലും ശരിയല്ല. തിന്മ മാറ്റിവെക്കാൻ തയ്യാറല്ലാതെ നമസ്കാര ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയുമ്പോൾ അല്ലാഹ്ക്കറിയാം നമ്മൾ തിന്മ വെടിയാൻ തയ്യാറാണോ അല്ലേ എന്നത് പടച്ചറബിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് പാവങ്ങൾ കരിച്ചു കളയുന്ന തിന്മകൾ പടച്ചറബ് സുബ്ഹാനഹു വ തആല മായിച്ചു തരുന്ന നരകാവകാശികളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഈ പരിശുദ്ധ റമദാനിന്റെ സുദിനങ്ങളിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗബയാണ്. സഹോദരന്മാരെ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, വിശ്വാസിയല്ലാത്ത ആരെങ്കിലും ഈ പള്ളിയിലുണ്ടോ? ഈ വിളി നമ്മളോടാണ്. സ്വഹാബത്ത് പറയാണ്, വിശ്വാസികളെ എന്ന് വിളിക്കുമ്പോ ഞങ്ങൾ കാതു കൂർപ്പിക്കും. കാരണം ആ വിളി നമുക്ക് സ്പെഷ്യലാണ്. വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നിങ്ങൾ ഏറ്റവും നിഷ്കളങ്കമായ, നിഷ്കപടമായ, സത്യസന്ധമായ നിലക്ക് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ പടച്ചറബ് സുബ്ഹാനഹു വ തആല മായ്ച്ചു തരികയും താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ നൽകുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മനുഷ്യരാണ്, തെറ്റിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിശാച് അവന്റെ എല്ലാ തന്ത്രവും ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മനുഷ്യ കൂട്ടാളികൾ മനുഷ്യരെ തിന്മയിലേക്ക് അപങ്കുരം സഞ്ചരിപ്പിച്ചുകൊണ്ട് അതിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ കിട്ടുന്ന ആനന്ദവും ഉല്ലാസവും അനുഭവിക്കുന്നതിലൂടെ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ആവേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ തുടർന്നു പോകുന്നത് നമുക്ക് അപകടമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോടെ വിളിക്കുന്നു, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. തെറ്റുപറ്റിപ്പോയതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അല്ലാഹു നിങ്ങളെ കാത്തിരിക്കുന്നു. വല്ലാഹു വാസിഉൽ മഗ്ഫിറ. അല്ലാഹു അങ്ങേറ്റം വിശാലമായി പുറത്തു നൽകുന്നവനാണ് എന്ന് പടച്ചറബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, മഅ്ഇസ് റളിയല്ലാഹു അൻഹു ഭയന്നതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളിൽ സംഭവിച്ച അബദ്ധങ്ങളെ ഓർത്ത് ഭയക്കാനാകണം. അത് പടച്ചറബിനോട് ഏറ്റുപറയാനാകണം. തൗബത്തൻ നസൂഹയാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്, നിഷ്കളങ്കമായ തൗബ. എന്താണ് നിഷ്കളങ്കമായ തൗബ എന്ന് പറഞ്ഞാൽ? അതിന് 5 നിബന്ധനകളാണ് ഉള്ളത്. ഒന്ന്, അൽ ഇഖ്ലാഉ അനിദ് ദംബ്, തിന്മയിൽ നിന്ന് പൂർണ്ണമായി തിന്മയെ വേരോടെ പിഴുതെറിയുക എന്നതാണ്. തിന്മയും തിന്മക്കുള്ള കാരണവും അതിനുള്ള മോട്ടീവ്സും അതിനുള്ള കൂട്ടുകെട്ടും അതിനുള്ള കാഴ്ചയും അതിനുള്ള കേൾവിയും അതിനുള്ള എല്ലാ സാഹചര്യവും
എന്ത് സാഹചര്യമാണോ അതിന് ഒഴിവാക്കേണ്ടത് അതെല്ലാം ഒഴിവാക്കുക എന്നുള്ള. ചിലപ്പോൾ ജോലി ഒഴിവാക്കേണ്ടി വരും, ചിലപ്പോൾ കൂട്ടുകെട്ട് ഒഴിവാക്കേണ്ടി വരും, ചിലപ്പോൾ ഡിവൈസസ് ഒഴിവാക്കേണ്ടി വരും, ചിലപ്പോൾ എന്തെല്ലാമാണ് ഒഴിവാക്കേണ്ടത് അതെല്ലാം ഒഴിവാക്കി പൂർണ്ണമായിട്ടും തിന്മയെ വേരോടെ പിഴുതെറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തത് അന്നദമു അലാ മാ ഫാത്, അയാൾക്ക് സംഭവിച്ചു പോയ തെറ്റിന്റെ പേരിൽ അയാൾക്ക് നല്ല ഖേദമുണ്ടായിരിക്കണം. ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ ആരാ ചെയ്യാത്തത് എന്നൊക്കെ വാദിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരെ അപകടമാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ എന്നിൽ സംഭവിച്ചാൽ അതെനിക്ക് വലിയ അപകടമായിരിക്കുമല്ലോ എന്ന പേടി നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആ പേടിക്ക് മുന്നിൽ നമുക്കൊന്നും വലുതാവില്ല എന്നതാണ് സത്യം. ഏതൊരു കാര്യവും വെടിയാൻ ആ ഒരു ഭയം നമുക്കുണ്ടായാൽ മതി. വ്യഭിചാരത്തിന് കളമൊരുങ്ങുമ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഓടിയ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ ആ ഭയം നമുക്കുണ്ടാകണം. തിന്മ സംഭവിച്ചതിന്റെ പേരിൽ നമുക്ക് ഖേദമുണ്ടാകണം. മൂന്നാമത്തത് അൽ അസ്മു അലാ അദ്മിൽ ഔദതി ഇലൈ, അതിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ശപഥം ചെയ്യണം. ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന് ആവർത്തിക്കില്ലെന്ന് വാക്ക് കൊടുക്കുക പടച്ച റബ്ബിന്. അത് കൊടുക്കുമ്പോൾ തന്നെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടല്ല, ചെയ്തു പോയേക്കാം എന്നാലും എന്ന നിലക്കല്ല, ഒരിക്കലും ചെയ്യില്ലെന്ന ഉറപ്പോടുകൂടെയായിരിക്കണം നമ്മൾ തൗബ ചെയ്യേണ്ടത്. അതാണ് മൂന്നാമത്തെ ഷർത്ത്. നാലാമത്തെ സുഹൃത്തുക്കളെ, മറ്റുള്ളവരുമായി വല്ല അന്യായവും ചെയ്ത ആളുകൾ, അത് വാക്കാകാം, സാമ്പത്തികമായ കാര്യങ്ങളാകാം, മറ്റു ബന്ധങ്ങളാകാം, അത് ആ നിലക്ക് തന്നെ തീർക്കൽ നിർബന്ധമാണ്. ആളുകളെ പറ്റിച്ചും കടം വാങ്ങിയും അതുപോലെ തന്നെ പലതരത്തിൽ ആളുകളെ ഉപദ്രവിച്ച ഒരാള് അള്ളാഹു എനിക്ക് നീ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടെ അതെല്ലാം മായ്ക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ആർക്കാണോ അവകാശങ്ങൾ കൊടുക്കാനുള്ളത് ആ അവകാശം എണ്ണി എണ്ണി കണക്കനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇനി കൊടുക്കാൻ ആളുകളില്ലെങ്കിൽ, നമുക്ക് യാതൊരുവിധ ആക്സസും ഇല്ലെങ്കിൽ, നാം അതിന് പകരമായി സ്വതക്കയെങ്കിലും കൊടുത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യേണ്ടതുണ്ട്. ആളുകളുമായി ബന്ധപ്പെട്ടത് ആളുകളുമായി തന്നെ തീർക്കണം. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തത് സുഹൃത്തുക്കളെ, ഈ തൗബയുണ്ടാകേണ്ടത് നമ്മുടെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തും മുമ്പാണ്. എപ്പോൾ മരിക്കുമെന്നറിയില്ലെങ്കിൽ തൗബയുടെ സമയം ഈ ഇരിക്കുന്ന ഇരിപ്പിലാണ്. നാളെ നാം ഉണ്ടെന്ന് പറയാനാവില്ല, അസറിന് നമ്മൾ ഉണ്ടെന്ന് പറയാനാവില്ല, ഈ ജുമുഅ പൂർത്തീകരിക്കാൻ നമ്മൾ ഉണ്ടെന്ന് പറയാനാവില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ആംബുലൻസ് വന്ന് ഇതിലുള്ള ആളുകൾ എടുത്തുകൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ തൗബയുടെ സമയമെന്ന് പറയുന്നത് ആത്മാവ് തൊണ്ടക്കുയിലെത്തുന്നതിന്റെ മുമ്പാണ്. ഇങ്ങനെ തൗബ ചെയ്യലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതായത് റബ്ബിൽ നിന്ന് തെറ്റിപ്പോയ ഒരാൾ, കാഴ്ച, കേൾവി, ചിന്ത, വരുമാനം, പെരുമാറ്റം എല്ലാറ്റിൽ നിന്നും പടച്ചോനെ വിട്ടുപോയ ഒരാൾ പടച്ചോനിലേക്ക് തന്നെ തിരിച്ചു വരലാണ് സുഹൃത്തുക്കളെ തൗബ. അത് ആത്മാർത്ഥമായിരിക്കണം. മഹാനായ ഹസൻ ബസരി റഹ്മഹുല്ലാഹ് പറയാണ്, നദമും ബിൽ ഖൽബ്, ഹൃദയം ഖേദിക്കലാണ്, ഇസ്തിഗ്ഫാറും ബിൽ ലിസാൻ, നാവുകൾ കൊണ്ട് പടച്ചോനോട് ഖേദം പ്രകടിപ്പിക്കലാണ്, ഇസ്തിഗ്ഫാർ നടത്തലാണ്, വതർക്കും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് തെറ്റ് ഉപേക്ഷിക്കലാണ്, വഇദ്മാറുൻ അല്ലാ യഊദ്, ഒരിക്കലും ഇനി അതിലേക്ക് മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കലാണ് തൗബ എന്ന് പറയുന്നതെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം തൗബയാണ് അല്ലാഹുവിന്റെ ആവശ്യം. ഇന്നി ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹൻ സുമ്മ ഇഹ്തദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ആർക്ക്? ലിമൻ താബ, ഖേദിച്ചു മടങ്ങുന്നവന്, വആമന വഅമില സാലിഹ, അവൻ അറിവ് നേടി ഈമാനിനെ ശുദ്ധീകരിക്കുകയും അവന്റെ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തിട്ട് പിന്നീട് അവൻ ദീനിന്റെ വഴിയിൽ ഉറച്ചു നിന്നു, ശരിയായ ഹിദായത്തിന്റെ മാർഗത്തിൽ. അതുകൊണ്ട് തൗബ ചെയ്തിട്ട് പഴയതുപോലെ തന്നെ ജീവിച്ചാൽ അതിന് തൗബ എന്ന് പറയില്ല, മറിച്ച് അതിന്റെ മാറ്റം നമ്മുടെ എല്ലാറ്റിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു തൗബയ്ക്ക് നമുക്ക് അവസരമുണ്ടാകുമ്പോൾ സുഹൃത്തുക്കളെ അല്ലാഹു നമ്മെ സ്നേഹിക്കും. യുഹിബ്ബു തവ്വാബീൻ, നമുക്ക് വിജയം ലഭിക്കും. തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അങ്ങനെ ഒരു തൗബ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കും, സ്വർഗം നമുക്ക് നൽകും, നരകത്തിൽ നിന്ന് പടച്ച റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തും, അല്ലാഹുവിന്റെ മഗ്ഫിറത്തും കാരുണ്യവും നമ്മിൽ വർഷിക്കും. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ, ആരെങ്കിലും പാപം ചെയ്താൽ അതിന്റെ പരിണിത ഫലം അവൻ അനുഭവിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇല്ലാ മൻ താബ, തൗബ ചെയ്തവനൊഴികെ, വആമന, അവൻ വിശ്വാസം പുതുക്കി, വഅമില സാലിഹൻ, അവൻ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തു, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിഅതിഹിം ഹസനാത്ത്, അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനാത്തുകളാക്കി മാറ്റും എന്നാണ്. അതുകൊണ്ട് ഒരുപാട് പാപം ചെയ്തവരെ, ഉഹുദ് മലയോളം പാപം ചെയ്തവരെ, നിങ്ങൾ എന്നിലേക്ക് സമീപിക്കൂ, അത്രത്തോളം മഗ്ഫിറത്തുമായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് അല്ലാഹു വിളിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഖുർആൻ പറയുന്നു നോക്കൂ നിങ്ങൾ, ഫഇൻ തുബ്തും
ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ തൗബ ചെയ്ത് പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറുണ്ടോ, നിങ്ങൾക്കതാണ് ഏറ്റവും നല്ലത്. പണ്ഡിതന്മാർ പറയാണ് സബബു ലികുല്ലി ഖൈർ അന്നഹ സബബുൻ ലികുല്ലി ഖൈർ, എല്ലാ നന്മയുടെയും കാരണമാണ് പടച്ച റബ്ബിലേക്കുള്ള മടക്കം. ശരിയാണ്, എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു, ഒരുപാട് ഞാൻ അബദ്ധസഞ്ചാരം നടത്തി, ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. മദ്രസയുടെ ബെഞ്ചിലിരുന്ന് സ്വർഗത്തെക്കുറിച്ച് കേട്ടപ്പോ ആ സ്വർഗം എനിക്ക് വേണം ഉസ്താദെ എന്ന് പറഞ്ഞ് നമ്മള്, നരകത്തെക്കുറിച്ച് കേട്ടപ്പോ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ചോദിച്ച് നമ്മള് മാറിപ്പോയി. എങ്ങനെയാണ് മാറിയത്? നമ്മുടെ ഷോൾഡറിൽ കൈവച്ച കൂട്ടുകാർ നമ്മെ മാറ്റി, നമ്മുടെ മിനിസ്ക്രീനിൽ തെളിഞ്ഞു വന്ന ഷോർട്സും റീൽസും നമ്മളെ മാറ്റി. സാമൂഹിക അന്തരീക്ഷത്തിൽ സിനിമകളും അതുപോലെ തന്നെയുള്ള മീഡിയകളുടെയും ദുസ്വാധീനം നമ്മളെ ബാധിച്ചു. പ്രായം കൂടിയപ്പോൾ ചില വികാരങ്ങൾ, ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തപ്പോ നമ്മൾ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പല വഴികളിലൂടെയും പോയി. നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റി എന്നുറപ്പുണ്ടെങ്കിൽ, റൂട്ട് തെറ്റാണെന്നുറപ്പുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് അടുത്ത യു ടേൺ നമ്മൾ തിരിക്കലാണ്. അതുകൊണ്ട് എവിടെയാണോ നമുക്ക് അബദ്ധമുള്ളത് അത് തിരുത്തുമ്പോൾ എല്ലാ ഹൈറും നമ്മിലേക്ക് തിരിച്ചു വരും. ഈമാനും പടച്ചറബിലുള്ള ഭയഭക്തിയും നമുക്ക് കൂടും. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് വരും. മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അതിയായ സന്തോഷമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അതിൽ ഖേദം പ്രകടിപ്പിച്ച് ഇനി ഞാൻ ഒരിക്കലും മടങ്ങില്ല റബ്ബേ എന്ന് പറഞ്ഞ് നിന്റെ റസൂലിലൂടെ നീ പഠിപ്പിച്ചത് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുക എന്ന് ശപഥം ചെയ്ത് ഈ പരിശുദ്ധ റമദാനിലൂടെ പുതിയ ഒരു ജീവിതത്തിലേക്ക് നാം കാൽവെപ്പ് നടത്തിയാൽ കമൻ ലാ ദംബ ലഹു, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയായിട്ട് അവൻ മാറുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ തൗബയുടെ മാസത്തിൽ തെറ്റുകൾ ഏറ്റുപറയാൻ നമുക്കാകണം. ഇല്ലെങ്കിൽ ജിബ്രീലിന്റെ പ്രാർത്ഥന, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീൻ നമുക്കെതിരെയായിരിക്കുമെന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുന്നത്. ദീനൊരു വഴിക്കും നമ്മൾ മറ്റൊരു വഴിക്കുമാണെങ്കിൽ അതിനെ ഗൗരവത്തോടുകൂടെയാണ് നാം കാണേണ്ടത്. വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ, നിങ്ങൾ അല്ലാഹുക്കും റസൂലിനും ഉത്തരം കൊടുക്കണം. ഇദാ ദആഅകും ലിമാ യുഹീകും, നിങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതിലേക്കാണ് അല്ലാഹും റസൂലും നിങ്ങളെ വിളിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു തെറ്റുമില്ലാത്ത ഒരാൾ, അയാൾക്ക് വരുമാനം കുറവാണെങ്കിലും, അയാളുടെ വീട് ചെറുതാണെങ്കിലും, അയാൾക്ക് അത്യാധുനിക സൗകര്യങ്ങളില്ലെങ്കിലും, സമൂഹത്തിൽ അയാൾ ആരും അറിയില്ലെങ്കിലും അയാൾ ഏറ്റവും സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവുമുള്ള മനുഷ്യനായിരിക്കും. അയാൾക്കൊന്നും പേടിക്കാനില്ല. കാരണം അയാളുടെ പരസ്യത്തെക്കാൾ വിശുദ്ധമാണ് അയാളുടെ രഹസ്യ ജീവിതം. അള്ളാഹുവിന്റെ വിളിക്കുത്തരം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സമാധാനവും സന്തോഷവും വേറെ തന്നെയാണ്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും എനിക്കെന്റെ റബ്ബുണ്ട് എന്ന് ധൈര്യപ്പെടാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ ഒരു ചിന്തയാണോ നമുക്ക് വരുന്നത്? അതല്ല, അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ ഇന്നത്തെ കാലല്ലേ, അതൊക്കെ ഉണ്ടാവും, കാലത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ എന്നൊക്കെയുള്ള ചിന്താഗതിയാണെങ്കിൽ ഫഅലമു, നിങ്ങളറിയണം, നമ്മുടെ ഹൃദയത്തിനും നമുക്കും ഇടയിൽ അള്ളാഹു മറയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപദേശവും ഖുർആനും ദീനും ഇതൊന്നും നമുക്കൊരു വിഷയാവൂല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി യഥേഷ്ടം അബദ്ധ സഞ്ചാരം നടത്തുമ്പോൾ സുഹൃത്തുക്കളെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു മറയിട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം മറ വീഴാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യണം. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, ഫത്തൗബത്തുൽ മഖ്ബൂല അസ്സഹീഹ ലഹാ അലാമാത്ത്, ഒരാളുടെ ശരിയായ തൗബക്ക് അതിന് ചില അലാമത്തുകളുണ്ട്. എന്താണ് അതിന്റെ അലാമത്ത്? അദ്ദേഹം പറയുന്നത്, തൗബക്ക് ശേഷം അയാൾ മുമ്പുള്ളതിനേക്കാൾ ഏറ്റവും നല്ല ജീവിതം നയിക്കുന്നവനായിരിക്കും. അതാണ് ഒന്നാമത്തെ അടയാളമായിട്ട് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ നോമ്പോടുകൂടെ അടിമുടി ഒരാൾ മാറുക, അതാണ് അയാളുടെ തൗബ അല്ലാഹ് സ്വീകരിച്ചു എന്നതിന്റെ ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് എന്തറിയോ? അയാൾക്ക് ഒരു നിമിഷം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെക്കുറിച്ചൊരു നിർഭയത്വം ഉണ്ടാവുകയില്ല. അത്രയും പേടി അയാളിൽ സംഭവിച്ച ആ ഒരു കുറ്റത്തിന്റെ പേരിൽ അയാൾക്ക് എപ്പോഴും ഒരു പ്രാർത്ഥനയും എപ്പോഴും ഒരു ഭയവും, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും അയാൾക്കൊരു നിർഭയത്വം അയാളുടെ തെറ്റിനെക്കുറിച്ചില്ലാത്ത വിധത്തിൽ ആ ഒരു
ചെയ്തു പോയ തെറ്റിന്റെ ഭയം അയാൾക്കുണ്ടാകും. ഏതുവരെ? മലക്കുകൾ റൂഹിനെ പിടിക്കുമ്പോൾ അയാളോട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കണ്ട. മലക്കുകൾ നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുന്ന സമയം വരേക്കും അയാളിൽ സംഭവിച്ച തെറ്റുകളെക്കുറിച്ചുള്ള ആ ഭയവും അതിന്റെ ദുരന്തവും അതിന്റെ അപകടവും അയാളുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നെങ്കിൽ അത് തൗബയോട് സ്വീകരിച്ചതിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഭക്തി കൂടണം സഹോദരന്മാരെ. അതുകൊണ്ട് മടങ്ങാനുള്ള ഈ ഭാഗ്യം, ഈ സൗഭാഗ്യം ഒരിക്കലും നമ്മൾ കളഞ്ഞു കുടിക്കരുത്. കള്ളും വിചാരവും തോന്നിവാസവുമായി കഴിച്ചു കൂട്ടുന്ന ഒരാള് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണം എന്നൊരു പണ്ഡിതന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം, ആ പണ്ഡിതൻ ഇയാളെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, ഈ ഖബറാളികൾ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മെപ്പോലെ കുടുംബമുള്ള, സമ്പത്തുള്ള, ആഗ്രഹങ്ങളുള്ള, എല്ലാം ചെയ്തു കൂട്ടിയ ആൾക്കാരും ആ ഖബർസ്ഥാനിലുണ്ട്. എന്താ അവരുടെ ആഗ്രഹം? ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഈ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ആളോട് ഈ പണ്ഡിതൻ പറഞ്ഞു, ഖബറാളിക്കൊരിക്കലും ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെങ്കിൽ ആ ഖബറാളിക്ക് കിട്ടാത്ത ഭാഗ്യമാണ് സഹോദര നിനക്ക് കിട്ടിയത്. എന്തേ? നീ ജീവനോടെ ഉണ്ട്. മാറാൻ എന്തേ വേണ്ടു? മനസ്സ് ആഗ്രഹിക്കണം, പടച്ചിറബിനോട് പ്രാർത്ഥിക്കണം, സാഹചര്യങ്ങൾ നന്നാക്കണം. എന്ത് പരിക്ക് സംഭവിച്ചാലും ശരി, ഞാൻ എന്റെ റബ്ബിലേക്ക് അടുക്കും, ഞാൻ എന്റെ റബ്ബിലേക്ക് മടങ്ങും, എനിക്ക് എന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. അത് പറയാനുള്ള ഒരു തന്റേടം നമ്മൾ കാണിക്കുകയും, സഹോദരന്മാരെ, എത്ര ആഴമേറിയ തെറ്റുകളാണ് നാം ചെയ്യുന്നതെങ്കിലും അതിനെ പരിഹരിക്കാനുള്ള ഒരു മനസ്സും ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ലഹരിയും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, സുഹൃത്തുക്കൾ, എന്നതൊക്കെ മാറ്റുക? മാറണം. എന്ന് മാറും? എപ്പോൾ മാറും? ഒരിക്കലും മാറ്റാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. പിന്നീട് നമ്മുടെ രഹസ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്യമാക്കിയാൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് പടച്ചറബ് ഒളിച്ചും മറച്ചും കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ അതിൽ അനുഗ്രഹമായി കണ്ട് പടച്ചറബിലേക്ക് എത്രയും വേഗം മടങ്ങാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കാം. ത്യാഗമില്ലാതെ സ്വർഗമില്ല സഹോദരന്മാരെ. ത്യാഗത്തിന്റെ മാസമാണ് റമദാൻ. ഈ റമദാനിന്റെ ദിവസത്തിലാണ് നമ്മുടെ സഹാബത്ത് പട്ടിണി കിടന്ന് തൗഹീദിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബദറിലേക്ക് പുറപ്പെട്ടത്. ആ ബദറിൽ അവർക്ക് കഠിനമായ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മതിയായ വസ്ത്രമില്ല, ചെരുപ്പില്ല, ഭക്ഷണമില്ല, ആയുധമില്ല. എന്നിട്ടും അവർ ഇസ്ലാമിന്റെ സംരക്ഷണത്തിനു വേണ്ടി പടപൊരുതി. നിരവധി ആളുകൾ അതിൽ ഷഹീദാവുകയുണ്ടായി. സ്വർഗം ഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരി, ത്യാഗം കൊണ്ട് വലയം ചെയ്യപ്പെട്ടതാണ് സ്വർഗം. അതുകൊണ്ട് സഹാബത്തിന്റെ, പ്രവാചകന്റെ ആ മാതൃക പിൻപറ്റി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ബദറും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന അനാചാരങ്ങൾ, ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കാത്ത നിരവധി കാര്യങ്ങൾ, ബദർ ദിനത്തിന്റെ ഭാഗമായിട്ട് കുറെ ചൊല്ലലും, കുറെ പാടലും, കുറെ ഉറക്കമൊഴിക്കലും, കുറെ ബദരീങ്ങളെക്കുറിച്ച് മഹത്വം പറയലും, പല വരികളും ശിർക്കാണ്. അവരോട് നേരിട്ടുള്ള പ്രാർത്ഥനയാണ്. മുമ്പുള്ള ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ കഴിഞ്ഞ് ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് റമദാൻ കടന്നുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത അത്യാചാരങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹുലേക്ക് ശരിയായ നിലയ്ക്ക് മടങ്ങുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മളെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നാം ഭയക്കുന്ന, നാം വെറുക്കുന്ന, നാം ഭീതിയോടെ കാണുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നമ്മെ തൊട്ട് തടയുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിലേക്ക് അടുക്കാനും തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും രക്ഷപ്പെടാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണമില്ലാത്ത ആഖിറത്തിൽ അള്ളാഹു അവന്റെ ആഡംബരത്തിന്റെ സ്വർഗം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുതകുന്നൊരു ജീവിതം എത്ര ത്യാഗം സഹിച്ചും കെട്ടിപ്പടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അറിവിൽ, നമ്മുടെ കഴിവിൽ, നമ്മുടെ കർമ്മങ്ങളിൽ എല്ലാറ്റിലും അള്ളാഹു ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. അനൈക്യവും ചിദ്രതയും കലാപവും വിതക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ച്, പീഡനങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന വിശ്വാസി വൃന്ദത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.